മക്കൾസ്, ഈ വീഡിയോയിലൂടെ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ബെൻസീൻ്റെ പാർട്ടിൽ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്. അതിലുള്ള മെക്കാനിസം, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ മെക്കാനിസമാണ് അഥവാ ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ പോകണം. വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നടക്കുന്ന മെക്കാനിസം? അതിന് 3 സ്റ്റെപ്പാണ് കേട്ടോ മക്കളെ. ആ 3 സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യും, ഉണ്ടാവും. ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യും 1. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാർബോകാറ്റയോൺ ഉണ്ടാവും. 3 അതിൽ നിന്നൊരു പ്രോട്ടോൺ പോകും. സോ 3 ആളുകൾ: ഇലക്ട്രോഫൈൽ, കാർബോകാറ്റയോൺ, പ്രോട്ടോൺ. ഇലക്ട്രോഫൈൽ ഉണ്ടാവും, കാർബോകാറ്റയോൺ ഉണ്ടാവും, പ്രോട്ടോൺ ഉണ്ടാവും. ECP. ഇലക്ട്രോഫൈൽ അതിൻ്റെ ചാർജ് പ്ലസ് ആയതുകൊണ്ടാണ് ഞാൻ പ്ലസ് ഇട്ടത്. കാർബോകാറ്റയോൺ പ്ലസ് പി, ECP ഉണ്ടാവും. സോ ECP ആണ് നമ്മുടെ സ്റ്റെപ്പ്, ACP അല്ല, ECP. സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ മെക്കാനിസത്തിൻ്റെ 3 സ്റ്റെപ്പുകൾ. ആദ്യത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ, ദെൻ കാർബോകാറ്റയോൺ ഉണ്ടാവണം, ദെൻ പ്രോട്ടോൺ ഉണ്ടാവണം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എടാ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമുക്കറിയുന്ന ഒരു റിയാക്ഷൻ അല്ലേ ബെൻസീനിലേക്ക് ക്ലോറിൻ ചേർക്കുന്ന റിയാക്ഷൻ? യെസ്, ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് Cl2 ചേർക്കുന്നു. നമുക്കറിയാം ക്ലോറിൻ ചേർത്താൽ അവിടെ ചേർക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ആൻഹൈഡ്രസ് AlCl3. ഓക്കെ, അങ്ങനെ ആൻഹൈഡ്രസ് AlCl3 ക്ലോറിനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബെൻസീൻ്റെ ഒരു ഭാഗത്ത് നിന്ന് H+ പോയി അവിടെ Cl കയറും. കാരണം Cl2 എന്ന് പറയുന്ന ആൾ Cl+ഉം Cl- ആയിട്ട് ബ്രേക്ക് ആവും. അതിൽ Cl+ ഇങ്ങോട്ട് കയറും. കാരണം ഇലക്ട്രോഫിലിക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം പോസിറ്റീവ് ചാർജുള്ള ആളുകളുടെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഒരു പോസിറ്റീവ് ചാർജിന് പകരം മറ്റൊരു പോസിറ്റീവ് ചാർജ് വരിക. അപ്പോൾ ബെൻസീനിൽ ഉണ്ടായിരുന്ന H+ന് പകരം ബെൻസീനിലേക്ക് Cl+ കയറി. അങ്ങനെ ഈ പ്രോഡക്റ്റ് കിട്ടി. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് കിട്ടിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് അറിയുന്നതാണ്. ബൈ പ്രോഡക്റ്റ് ആയിട്ട് HCl കിട്ടും. കാരണം ബെൻസീൻ നിന്ന് പോയ H+ഉം Cl2 ബ്രേക്കായി പോയ Cl- കൂടെ ചേർന്ന് HCl ആണ്. ഓക്കെ, ഇത് നമുക്കറിയാം. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മെക്കാനിസം എന്താ? നേരത്തെ നമ്മൾ ഇതിലൊക്കെ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളിൽ പറഞ്ഞ മെക്കാനിസം ഒക്കെ പോലെ തന്നെ ഇവിടെ എത്ര ആളുണ്ടടാ? 3 ആളുണ്ട്. ഈ 3 ആളിൽ ആദ്യം സംഭവിക്കുന്നത് ഈ കാറ്റലിസ്റ്റ് ആയ ആളും ഈ റിയേജൻ്റ് ആയിട്ടുള്ള Cl2 കൂടെ തമ്മിലുള്ള റിയാക്ഷനാണ്. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്, ഈ A എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നടക്കുന്നത്, ആ റിയേജൻ്റായ Cl2ഉം ആൻഹൈഡ്രസ് AlCl3 കൂടെ ഒന്നിക്കും. ആൻഹൈഡ്രസ് AlCl3 കൂടെ റിയാക്ട് ചെയ്യും. അങ്ങനെ ഈ Cl2 നിന്ന് ഒരു Cl- ഇങ്ങോട്ട് കയറും, ഒരു Cl- ഇങ്ങോട്ട് കയറും. അങ്ങനെ അതെന്തായിട്ട് മാറും? AlCl4- ആകും. AlCl3ലേക്ക് ഒരു Cl ഇങ്ങോട്ട് പോയാൽ AlCl4- ആകും. ബാക്കി ഇവിടെ Cl2 എന്നൊരു Cl- പോയാൽ ഇവിടെ ബാക്കി Cl+. കണ്ടോ? അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ Cl+ ഉണ്ടാകുന്നത്. കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് Cl+ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ ഉണ്ടായി. ആരാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ? Cl+. എക്സാമിന് ചോദിച്ചാൽ എഴുതണേ, ഹാലോജിനേഷനിലുള്ള ഇലക്ട്രോഫൈൽ ആരാണ്? ക്ലോറിനേഷനിലുള്ള ഇലക്ട്രോഫൈൽ ആരാണ്? Cl+. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ ഉണ്ടായേ, മക്കൾക്ക് മനസ്സിലായേ? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ മനസ്സിലായേ? രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒന്നും കൂടെ മക്കൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബോകാറ്റയോൺ ഉണ്ടാവണം. അപ്പം ഇയാളും തമ്മിലുള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇയാളും തമ്മിലുള്ള റിയാക്ഷൻ. ഇനി ബെൻസീനാണുള്ളത്. അപ്പോൾ നമ്മൾ ബെൻസീൻ എടുക്കുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള റിയാക്ഷൻ കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഇനി ബെൻസീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോണ്ട് ഉണ്ടെന്ന് അറിയാലോ. ബെൻസീനും റിയാക്ഷൻ നടക്കാൻ വേണ്ടി റെഡി ആവുകയാണ്, ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് അറിയോ? ഏതെങ്കിലും ഒരു ബോണ്ടിന് എന്ത് നടക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. അഥവാ ഈ ബോണ്ടാണെന്ന് വിചാരിച്ചോ, ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ അല്ലേ? ഈ 2 ഇലക്ട്രോൺ ഇവിടുന്ന് ഈ ആറ്റത്തിലേക്ക് ഇങ്ങോട്ട് ചാടും. സ്വാഭാവികമായിട്ടും ചാടിയാൽ എന്താ സംഭവിക്കുക? അങ്ങോട്ട് ചാടിയാൽ സംഭവിക്കുക മക്കളെ അങ്ങോട്ട് ചാടിയാൽ സംഭവിക്കുക. നോക്കണേ, ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. നോക്കണേ, ദാ ബെൻസീനുണ്ട്. ദാ നോക്കിക്കോ, ആ ബെൻസീനുള്ള ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് ചാടും. അങ്ങനെ ചാടിയാൽ എന്താ സംഭവിക്കുക? 2 ഇലക്ട്രോൺ അല്ലേ ചാടുന്നത്? ആ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയാൽ ഇവിടെ മൈനസും, ഇവിടെ നിന്നുണ്ടായിരുന്ന ബോണ്ട് ഈ കാർബണിന് നഷ്ടം വന്നു. ഈ കാർബണിൻ്റെ അടുത്ത് നിന്നാണ് പോയത്, അയാൾക്ക് നഷ്ടം. അപ്പോൾ അവിടെ പ്ലസും വരൂലേ? വരും. ദെൻ കേട്ടോ, ഇതിലേക്ക് ഇങ്ങനെ ബ്രേക്ക് ആവാനുള്ള കാരണം നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈലായ Cl+ ഉണ്ടായില്ലേ? ആ Cl+ ഇങ്ങോട്ട് കയറിയതുകൊണ്ടാണ്.
സോ കേട്ടോ, ഈ Cl+ ഇതിലേക്ക് ചേർത്തോടുകൂടി ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്കായി, ഇവിടെ മൈനസും പ്ലസും ആയി. ആ മൈനസിലേക്ക് ഈ Cl+ കയറും, ആ മൈനസിലേക്ക് Cl+ കയറും. അഥവാ ആ മൈനസിലേക്ക് Cl+ കയറുക എന്ന് പറഞ്ഞാൽ ആ മൈനസിലേക്ക് Cl+ കയറുക എന്ന് പറഞ്ഞാൽ Cl അവിടെ കയറിയിരിക്കും. മൈനസിലേക്ക് Cl+ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈനസ് ചാർജ് പറഞ്ഞാൽ ഇലക്ട്രോൺ ഉള്ളത്, പ്ലസ് ആണ് ഒഴിഞ്ഞത്. അപ്പോൾ ഇലക്ട്രോണിനെ വാങ്ങി Cl അവിടെ കയറിയിരിക്കും. സ്വാഭാവികമായിട്ട് അടുത്ത പ്ലസ് പോയില്ലേ. കാരണം എന്താ? ഇവിടുത്തെ മൈനസും ഇവിടുത്തെ പ്ലസും കൂടെ ഒന്നിച്ചു. ഈ മൈനസിലേക്ക് ഈ പ്ലസ് വരുമ്പോൾ മൈനസും പ്ലസും ക്യാൻസൽ ആയി, Cl അവിടെ കയറിയിരുന്നു. സ്വാഭാവികമായിട്ടും മക്കളെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഹൈഡ്രജനും കൂടി ഉണ്ടാവില്ലേ, കാരണം ഇതാണ് കാർബണിൻ്റെ ബോണ്ട് 1, കാർബണിൻ്റെ ബോണ്ട് 2, കാർബണിൻ്റെ ബോണ്ട് 3, പിന്നെ 4ാമത്തെ വാലൻസിൽ ഹൈഡ്രജനും ഉണ്ടാവും. ആ ഹൈഡ്രജനെ ഞാൻ ഇവിടെ കാണിക്കുകയാണ് കേട്ടോ. കാണിക്കണം നിർബന്ധമില്ല, പക്ഷെ കാണിക്കുന്നത് എന്തിനാ വെച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. സോ നോക്കിക്കേ, ഇവിടെ ഈ കാർബണിൻ്റെ മുകളിലൊരു പ്ലസ് ചാർജ് വന്നില്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ കാർബോകാറ്റിയോൺ എന്ന് വിളിച്ചത്. അഥവാ 2ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്തുണ്ടായി? കാർബോകാറ്റിയോൺ ഉണ്ടായി. 1ാമത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ ഉണ്ടായത് മക്കൾക്ക് മനസ്സിലായി. 1ാമത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ ഉണ്ടായത് മനസ്സിലായി. കാറ്റലിസ്റ്റും ക്ലോറിനും കൂടെ ചേർന്ന് Cl+ ഉണ്ടായി. 2nd സ്റ്റെപ്പിൽ ബെൻസീനും ആ Cl+ കൂടെ ചേർന്നിട്ട് കാർബോകാറ്റിയോൺ ഉണ്ടായി. 3ാമത്തെ സ്റ്റെപ്പിൽ ഇത് ബി ആണേ. 3ാമത്തെ സ്റ്റെപ്പിൽ അതിൽ നിന്ന് പ്രോട്ടോൺ പോകണം. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+ പോകണം. ഈ H ഇവിടുന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് നോക്കടാ, ബി സ്റ്റെപ്പിലുണ്ടായ ആ പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ്? Cl-ഉം H-ഉം ഇങ്ങനെ നിന്ന് ഇവിടെ പ്ലസ് ഉണ്ടായ ഈ പ്രൊഡക്റ്റ്, അതിലേക്ക് ഇനി ഇവിടെ ഒരാൾ ബാക്കിയുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ റിയാക്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരാൾ ബാക്കിയുണ്ട്, AlCl4- നമ്മൾ മറന്നുപോയ ഒരാൾ. കാരണം 2ാമത്തെ സ്റ്റെപ്പിൽ ഈ Cl+ അങ്ങോട്ട് ചേർത്തു, അപ്പോൾ ഇയാൾ ഇവിടെ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള കാറ്റലിസ്റ്റിൻ്റെ ബാക്കിയുള്ള ആൾ ഇങ്ങോട്ട് കയറും, AlCl4-. എന്താ സംഭവിക്കുക എന്നറിയോ? ഈ H ഈ Cl4 ഒരു Cl-ഉമായിട്ട് പോകും. ഈ H ഈ Cl4 ഒരു ക്ലോറിനുമായിട്ട് പോയി HCl ആകും. H പോവുക എന്ന് പറഞ്ഞാൽ H അവിടുന്ന് അങ്ങ് പോയി, H+ ആയിട്ടാണ് പോവുക. കാരണം ഇലക്ട്രോൺ ഒന്നും എടുക്കാതെ H+ ആയിട്ട് പോയി. Cl- Cl-നെ സ്വീകരിച്ചു. അപ്പോൾ H+ഉം Cl- ചെയ്ത് HCl ആയി. ബാക്കി ഇവിടെ ആരാ? ബാക്കിയുടെ Al-ഉം Cl4 എന്നൊരു Cl പോയ AlCl3. യെസ്, AlCl3 ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റലിസ്റ്റ്, നമ്മൾ ചേർത്ത കാറ്റലിസ്റ്റ് അതുപോലെ ബാക്കി വന്നു. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ, റിയാക്ഷനെ സഹായിക്കുകയും എന്നാൽ റിയാക്ഷനിലൊക്കെ പങ്കെടുത്ത് സഹായിക്കുകയും, എന്നാൽ റിയാക്ഷൻ കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ നിൽക്കും. നമ്മൾ ചേർത്ത AlCl3 അതുപോലെ തന്നെ തിരിച്ചെത്തി. ദെൻ ഇവിടെ ബാക്കി ആരാ? ഇവിടുന്ന് H പോയാൽ ഈ ബോണ്ട് ഇവിടെ ബാക്കിയുണ്ട്, ഇവിടെ Cl അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക അറിയോ? ഈ H അവിടേക്ക് പോയാൽ ഈ ബോണ്ട് ബാക്കിയില്ലേ, ആ ബോണ്ട് തിരിച്ചിങ്ങോട്ട് ചാടും. അങ്ങനെ H പോയി ആ ബോണ്ട് തിരിച്ചു ചാടിയാൽ മക്കളെ, ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ട് തിരിച്ചു ചാടിയാൽ ഇവിടെ ബോണ്ടാകും, ഇവിടെ ക്ലോറിൻ ഉണ്ടാവും. ഇവിടേക്ക് ബോണ്ട് ഇങ്ങോട്ട് ചാടിയാൽ ഇവിടെ ഉണ്ടായിരുന്ന പ്ലസ് പോയി, ഇവിടേക്ക് ഈ ബോണ്ട് ഇങ്ങോട്ട് ചാടിയാൽ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് ഈ ബോണ്ട് ഇവിടെ വന്നാൽ ഈ പ്ലസ് ഇല്ല, കാരണം അവിടെ ഇലക്ട്രോൺ കയറി, അവിടെ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ചാർജ് വേണ്ട. സോ ഇതാണ് പ്രൊഡക്റ്റ്. എടാ മക്കിൾസ്, ഇതാണ് നമ്മുടെ മെക്കാനിസം. അഥവാ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ ഉണ്ടായി, 2ാമത്തെ സ്റ്റെപ്പിൽ കാർബോകാറ്റിയോൺ ഉണ്ടായി, ബെൻസീൻ മേൽ പ്ലസ് ഉണ്ടായി. 3ാമത്തെ സ്റ്റെപ്പിൽ ഈ H പോയി, അതാണ് റിമൂവൽ ഓഫ് പ്രോട്ടോൺ. 3ാമത്തെ സ്റ്റെപ്പിൽ റിമൂവൽ ഓഫ് പ്രോട്ടോൺ അവിടുന്ന് പോയി, ECP. ഇലക്ട്രോഫൈൽ ഉണ്ടായി, കാർബോകാറ്റിയോൺ ഉണ്ടായി, പ്രോട്ടോൺ റിമൂവ് ആയി. എടാ ഇപ്പം ഞാൻ കാണിച്ചു തന്ന അതേ മെത്തേഡ് തന്നെയാണ് ആർക്കും. Cl2 പകരം CH3Cl ചേർത്താലും ഇത് തന്നെ, Cl2 CH3COCl ചേർത്താലും ഇത് തന്നെ. എങ്ങനെ തന്നെ? ഇതേപോലെ CH3Cl ആണ് ഇവിടെ ഉള്ളെങ്കിൽ Cl ഇയാളെ കൊണ്ടുപോകും, AlCl4- ആവും, ബാക്കി CH3+ ഉണ്ടാവും. ആ CH3+ ഇയാളുമായിട്ട് റിയാക്ട് ചെയ്ത് CH3 ഇങ്ങോട്ട് കയറും. ദെൻ H അവിടുന്ന് പോയി ഇവിടെ CH3 കയറി ഉണ്ടാവും. സെയിം. സോ ക്ലോറിനേഷനിലാണെങ്കിലും ആൻഹൈഡ്രസ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാസ് ആൽക്കൈലേഷനിലാണെങ്കിലും ഫ്രിഡൽ ക്രാസ് അസൈലേഷനിലാണെങ്കിലും ഒക്കെയും ഇതേ മെത്തേഡുകൾ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട്, അങ്ങനെയാണെങ്കിൽ നൈട്രേഷൻ എങ്ങനെയാണ്? നൈട്രേഷനും സംഭവം സെയിം തന്നെ, ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ഒരു വ്യത്യാസം മാത്രം. അപ്പോൾ എന്താ നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ബെൻസീൻ റിങ്ങിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3-യും കോൺസെൻട്രേറ്റഡ് H2SO4-ഉം കൂടെ ചേർന്നിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ HNO3-യുള്ള NO2 ഇങ്ങോട്ട് കയറും. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ നിന്ന് H+ ഇറങ്ങും, ബെൻസീൻ റിങ്ങിൽ നിന്ന് H+ ഇറങ്ങി അവിടെ NO2 കയറും.
NO2 കയറും. HNO3 NO2 ബാക്കിയാണ് ഇവിടെ OH ആയിരിക്കും ഉണ്ടാവുക. ഇവിടുത്തെ ബാക്കിയുള്ള OH മൈനസും ഇവിടുന്ന് ഇറങ്ങി H+ കൂടെ ചേർന്ന് H2 ആവും. ഇത് നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് സ്പീഡ് പറഞ്ഞു പോയത്. ഇത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് അവിടെ നടക്കുന്ന മെക്കാനിസം? വെരി സിമ്പിൾ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇലക്ട്രോഫൈൽ ഉണ്ടാവണം. ECP ഇലക്ട്രോഫൈൽ ഉണ്ടാവണം. ഇലക്ട്രോഫൈൽ ഉണ്ടാവണമെങ്കിൽ കാറ്റലിസ്റ്റും റിയേജന്റും കൂടെ റിയാക്ട് ചെയ്യണം. ആരൊക്കെയാണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ് റിയേജന്റ് ആരാണ്? HNO3. നേരത്തെ Cl2 ആൻഹൈഡ്രസ് AlCl3 ഒന്നിച്ചില്ലേ, അതേപോലെ HNO3യും H2SO4 ഒന്നിക്കും. എന്നിട്ട് എന്താ സംഭവിക്കാന്നറിയോ? H2SO4 ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് കയറും. H2SO4 ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് കയറിയാൽ HNO3 എന്നുള്ളത് H2NO3 പ്ലസ് എന്നാകും. എന്താ പ്ലസ് വരാൻ കാരണം? ഇവിടുന്ന് കയറിയത് H+ആ. ഈ H+ ഇവിടെ എത്തിയാൽ ഇവിടെ എത്തിയാൽ H-ഉം ചേർന്ന് H2NO3 പ്ലസ് ഇവിടെ വരും, ബാക്കി ഉണ്ടാവും. H-ന്റെ പ്ലസ് ഇവിടെ H2NO3 പ്ലസ് ഇവിടെ ആരാ ബാക്കി? ഇവിടെ ഒരു H പോയാൽ ഇവിടെ ഒരു HSO4 പ്ലസ് പോയതിൻ്റെ ബാക്കിയായിട്ട് മൈനസ് വരും. സോ HSO4 മൈനസ്. ഇവിടുന്ന് ഒരു H+ പോയാൽ ഇവിടെ മൈനസ് ബാക്കി ഉണ്ടാവും. കാരണം H പോകുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ബാക്കി H പോയി എന്നർത്ഥം. അപ്പോൾ H+ പോയാൽ ബാക്കി മൈനസ്, HSO4 മൈനസ്. റെഡി? ഫസ്റ്റ് സ്റ്റെപ്പിൽ. ദെൻ കഴിഞ്ഞിട്ടില്ല. ദെൻ ഈ H2NO3 നോട്ട് സ്റ്റേബിൾ. ദിസ് H2NO3 ഈസ് നോട്ട് സ്റ്റേബിൾ. H2NO3 ഒട്ടും സ്റ്റേബിൾ അല്ല. H2NO3+ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അയാൾ അങ്ങ് ഡിസോസിയേറ്റ് ചെയ്യും, അയാൾ അങ്ങ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഭാഗം H2O ആകും. ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഭാഗം H2O ആകും. H2O ആയി കഴിഞ്ഞാൽ ബാക്കി NO2+. കിട്ടി. നമ്മുടെ ഇലക്ട്രോഫൈലിനെ കിട്ടി NO2+. നൈട്രേഷനിലുള്ള ഇലക്ട്രോഫൈൽ NO2+. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇലക്ട്രോഫൈൽ കാർബോകാറ്റയോൺ ഉണ്ടാവുക. സിമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബെൻസീൻ എടുക്കണം, ബോണ്ട് ഇങ്ങനെ വരക്കണം, എന്നിട്ട് അതിലേക്ക് ആര് കയറും? NO2+ ചേർക്കണം. ഇവിടെ ഉണ്ടായ NO2+ ബെൻസീനിലേക്ക് കയറും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവും. ബോണ്ട് ബ്രേക്ക് ആയാൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസും വരാൻ ചാൻസ് ഉണ്ട്, ഇല്ലേ? അല്ലേടാ? ഈ ബോണ്ട് ഇങ്ങോട്ട് ചാടി ഇവിടെ മൈനസും ഇവിടെ പ്ലസും വരും. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതാ പിടിച്ചോ, ഇവിടെ മൈനസും ഇവിടെ പ്ലസും വരും. ദെൻ ആ മൈനസിലേക്ക് ഈ പ്ലസ് ഉള്ള NO2+ കയറി ഇതാ NO2 ആകും. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ ബാലൻസ് 1, 2, 3 ഹൈഡ്രജനും കൂടെ എക്സ്ട്രാ മീൻസ് അവിടെ ഉണ്ട്. അത് നമ്മൾ കാണിച്ചു, കാരണം അടുത്ത സ്റ്റെപ്പിൽ ഹൈഡ്രജൻ പോകുന്നത് കാണിക്കാം. സോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കാർബോകാറ്റയോൺ ഉണ്ടായി. ഇനി ബാക്കി സിമിലർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ Cl അവിടെ കയറിയ പോലെ NO2 അവിടെ കയറി, Cl അവിടെ കയറിയ പോലെ ഇനി നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ന് മനസ്സിലാവുമ്പോൾ ഇവിടെ ആരാ ഇനി ബാക്കിയുള്ളത്? യെസ്, ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ബെൻസീൻ റിങ്ങും, ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് NO2, ഇവിടെ H-ഉം ഇവിടെ പ്ലസും ആണ്. ഇനി ഇതിലേക്ക് ആരാ വരിക? നേരത്തെ സ്റ്റെപ്പിൽ അവസാനം വന്നത് ആരാ? AlCl4- ആയിരുന്നു. ആ കാറ്റലിസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കാറ്റലിസ്റ്റ് AlCl4- ആയ ആളാണ് ലാസ്റ്റ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ളത് HSO4- അയാൾ വരും. നേരത്തെ സ്റ്റെപ്പിൽ AlCl3 എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് AlCl4- ആയിട്ട് മാറിയാണ് അവസാനം വന്നത്. അതേപോലെ ഇവിടുത്തെ കാറ്റലിസ്റ്റ് H2SO4 ഇപ്പോൾ HSO4- ആയി മാറി ഫസ്റ്റ് സ്റ്റെപ്പിൽ. ആ കാറ്റലിസ്റ്റ് ഇങ്ങോട്ട് വരും, HSO4- ആയിട്ട് വരും. എന്താ സംഭവിക്കുക? ഈ H ഇങ്ങോട്ട് പോവും, ഇയാളുടെ കൂടെ പോവും. ആ H ഇയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറി? H2SO4 ആയിട്ട് മാറി. യെസ്, കാറ്റലിസ്റ്റ് അതിൻ്റെ പഴയ ഫോമിൽ തിരിച്ചെത്തി. നമ്മൾ ചേർത്ത H2SO4 പഴയ ഫോമിൽ തിരിച്ചെത്തി. അപ്പോൾ H അങ്ങോട്ട് പോയി H2SO4 ആയി. ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ട് ഇങ്ങോട്ട് ചാടി. സോ ദ ആൻസർ ബിക്കം, ഈ ബോണ്ട് ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺ വന്നു. അപ്പോൾ ഇയാളെ പ്ലസ് പോയി, NO2 അവിടെ തന്നെ. യെസ്, നൈട്രോ ബെൻസീനും H2SO4 അതുപോലെ തിരിച്ചെത്തി. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പിൽ എഴുതിയ ബൈ പ്രോഡക്റ്റ് H2O നമുക്ക് ഇവിടെ കിട്ടി. സോ മക്കളെ, നൈട്രേഷനിൽ NO2+ ഉണ്ടാവുന്നത് എങ്ങനെ? നൈട്രേഷനിൽ NO2+ ഉണ്ടാവുന്നത് HNO3യും H2SO4 കൂടെ ചേർന്ന് ഒരുമിച്ച് റിയാക്ട് ചെയ്യും. എന്നിട്ട് അതിന് H2O പോവും, വാട്ടർ പോവും. അപ്പോഴാണ് NO2+ ഉണ്ടാവുന്നത്. ദെൻ കാർബോകാറ്റയോൺ ഉണ്ടായി. ആ കാർബോകാറ്റയോൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HSO4-, നേരത്തെ AlCl4- വന്ന പോലെ HSO4- വന്ന് ഒരു H-നെ സ്വീകരിച്ച് H2SO4 ആയി തിരിച്ചു പോയി, നൈട്രോ ബെൻസീൻ ഉണ്ടായി. ഇതാണ് മക്കളെ ദ വെരി ബ്യൂട്ടിഫുൾ മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്.